റെക്കോർഡ് വിലയ്ക്കിടയിലും വയനാട്ടിലെ കാപ്പി കർഷകർക്ക് ഭീഷണിയാവുകയാണ് തണ്ടുതുരപ്പൻ വണ്ടുകൾ. വണ്ടുകളുടെ ശല്യം വർദ്ധിച്ചതോടെ കാപ്പി ഉൽപ്പാദനത്തെയും അത് ബാധിച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇവയൊക്കെ പ്രതിരോധിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ വരും വർഷങ്ങളിൽ ഉൽപ്പാദനം മൂന്നിലൊന്നായി കുറയാൻ കാരണമാകുമെന്നാണ് കാപ്പി കർഷകർ പറയുന്നത്. കാപ്പിച്ചെടികളുടെ തണ്ട് തുറന്നിറങ്ങുന്ന വണ്ടുകളാണ് വയനാട് ജില്ലയിലെ കാപ്പി കർഷകർക്ക് വെല്ലുവിളി ഉണർത്തുന്നത്. മൂപ്പത്താത്ത ശിഖരങ്ങൾ തുരന്നാണ് ഇവ കയറി കൂടുക. തൈക്കാപ്പികളാണെങ്കിൽ തായ് തണ്ടിലേക്ക് കയറും. തുടർന്ന് മുട്ടയിട്ട് പെരുകുന്നതോടെ ശല്യം വർദ്ധിക്കും. വണ്ടുകൾ കയറിക്കൂടിയ ശിഖരങ്ങളെല്ലാം ഉണങ്ങിക്കരിഞ്ഞു പോകുന്നതോടെ ഉൽപ്പാദനം നന്നായി കുറയുകയും ചെയ്യും. ബുദ്ധിമുട്ട് കൃഷിക്കാർക്ക് ഉണ്ടാക്കുന്നത് ഇപ്പോൾ ഈ തണ്ട് തുരപ്പം വണ്ടാണ്. ഈ വണ്ട് ഇങ്ങനെ ഒരു രീതിയിലും നിയന്ത്രിക്കാൻ കഴിയുന്നില്ല. പിന്നെ ഇത് കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ കമ്പുകളും ഉണക്കി കളയുക, നീരൂറ്റി കുടിച്ചിട്ട് അതിൽ തന്നെയായിരിക്കും ഇത് മുട്ടയിടുന്നത്. ഇപ്പം നല്ല ആരോഗ്യമുള്ള തണ്ടയിൽ ചെറുപ്പത്തിൽ കയറി കഴിഞ്ഞാൽ ആ കമ്പ് ആ കൊല്ലം ഉണങ്ങി പിറ്റേ കൊല്ലമായാലും ഉണങ്ങിപ്പോകും. കാപ്പി മൊത്തത്തിൽ മഞ്ഞളിച്ച് നിൽക്കുകയും ചെയ്യും. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കായൊക്കെ ആയി കഴിഞ്ഞ ഒരു മെയ് മാസം മുതൽ കായ് തുരപ്പൻ വണ്ടും ഉണ്ടാകും. ഇത് രണ്ടുമാണ് കാപ്പി കൃഷിക്ക് ഏറ്റവും വെല്ലുവിളി ഉയർത്തുന്ന ഘടകം. ഇവയെ പ്രതിരോധിക്കാൻ കർഷകർ മരുന്ന് സ്പ്രേ ചെയ്യുന്നുണ്ടെങ്കിലും നാളുകൾക്ക് ശേഷം വീണ്ടും ഇവയുടെ ശല്യമുണ്ടാകാറാണ് പതിവ്. തണ്ടുതുരപ്പൻ വണ്ടുകളെ പ്രതിരോധിക്കാൻ കോഫി ബോർഡ് പ്രത്യേക ട്രാപ്പ് തയ്യാറാക്കി കർഷകർ നൽകുന്നുണ്ട്. വണ്ടുകളെ ആകർഷിച്ച് കൊല്ലുന്ന ട്രാപ്പ് ഫലപ്രദമാണെന്നാണ് കർഷകർ പറയുന്നത്. മരുന്ന് ഒരു ഫലപ്രദമല്ല. മരുന്നടിച്ച് കഴിഞ്ഞാൽ ഇത് ചാവുമൊന്നുമില്ല. ഒരു കുറച്ച് നാളത്തേക്ക് അതിൽ വാസനയുണ്ടാകും. ആ സമയത്ത് വരില്ല. ആ വാസന കഴിഞ്ഞ് കഴിയുമ്പോൾ വീണ്ടും വ്യാപകമായിട്ട് വന്ന് ആക്രമിക്കും. ഇതിന് വേറെ രീതിയിലൊക്കെ നശിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് കോഫി ബോർഡ് പറയുന്നത്. ഒരു ട്രാപ്പ് തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് കൽപ്പറ്റ കോഫി ബോർഡിൻ്റെ ഓഫീസിൽ നിന്ന്. അത് വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. അതിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർ പറയുന്ന അവരുടെ നിർദ്ദേശപ്രകാരം അത് വെച്ച് കഴിഞ്ഞാൽ ഈ വണ്ടുകളൊക്കെ കുറേ അതിൻ്റെ അകത്ത് വന്ന് വീണ് ചത്തുപോകുന്നുണ്ട്. ചെലവ് കുറഞ്ഞ രീതിയിൽ വണ്ടുകളുടെ ശല്യം ഇല്ലാതാക്കാൻ കർഷകർ തോട്ടങ്ങളിൽ ഇവ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. പ്രതിരോധ സംവിധാനങ്ങൾ ശക്തമാക്കി കാപ്പിത്തോട്ടങ്ങളിൽ ഉൽപ്പാദനം വർദ്ധിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് കർഷകർ. ന്യൂസ് മലയാളം, വയനാട്.